ശബരിമലയിൽ കുട്ടികൾക്കും കുഞ്ഞു മാളികപ്പുറങ്ങൾക്കും സുഗമ ദർശനം ഉറപ്പാക്കുന്നില്ലെന്ന ജനം ടി വി വാർത്തയിൽ പ്രതികരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. തിരക്കുള്ളപ്പോൾ ഇപ്പോൾ ഇത് പ്രായോഗികമല്ല. തിരക്ക് നിയന്ത്രിച്ച ശേഷം ഇതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് കെ ജയകുമാർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ജനം ടി വി വാർത്ത നൽകിയിരുന്നു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവേ ജനം ടി വി വാർത്ത ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു കെ ജയകുമാറിന്റെ പ്രതികരണം. കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ല, പാഴ്വാക്കായിട്ടില്ല. അപ്പോൾ ആളുകളൊന്ന് നിയന്ത്രിച്ചിട്ട് നമുക്ക് അവിടെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും പേര് നീക്കുമ്പോൾ നമുക്ക് സ്ത്രീകളെയും കുട്ടികളെയും മാത്രമായിട്ട് മാറ്റാൻ പറ്റുമോ? അത് ഞാൻ ശ്രീജിത്തുമായിട്ട് സംസാരിച്ചിട്ട് നമുക്കൊരു ക്രമീകരണം ഉണ്ടാക്കാം. ഇപ്പോൾ അത് ചെയ്തിട്ടില്ല. പാഴ്വാക്കായെന്ന് വിധി പറയാറായിട്ടില്ല. നമുക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് പരിശോധിക്കാം കേട്ടോ. ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ. ജനം ടി വി വാർത്ത ഫലം കണ്ടു. കുഞ്ഞയ്യപ്പന്മാർക്കും കുഞ്ഞുമാളികപ്പുറങ്ങൾക്കും എന്തായാലും സുഗമമായ ദർശനം ഉറപ്പാക്കും. അതൊരു പാഴ്വാക്കല്ല. അതിന്മേലുള്ള നടപടികൾ ഉണ്ടാകും. ഇപ്പോൾ നിലവിൽ വലിയ തിരക്കുള്ളതുകൊണ്ട് പ്രായോഗിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറെ സന്തോഷമുണ്ട് ദേവസ്വം ബോർഡ് ഇടപെടൽ നടത്തുന്നു എന്ന് പറഞ്ഞതിൽ. പക്ഷേ ഇപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, തിരക്കൊഴിഞ്ഞിട്ട് എന്നാണ് ഈ സന്നിധാനത്ത് ഈ ക്രമീകരണങ്ങൾ പ്രായോഗിക തലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ തിരക്ക് താരതമ്യേന കുറവായിരുന്നു. ശരാശരി 80,000-ഓളം തീർത്ഥാടകരായിരുന്നു എത്തിയിരുന്നത്. ആദ്യത്തെ 3 ദിവസങ്ങളിലായിരുന്നു വലിയ രീതിയിലുള്ള ആ ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടിരുന്നത്. അതിനുശേഷം തിരക്ക് നിയന്ത്രണ വിധേയമായിരുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര സേനകളടക്കം സന്നിധാനത്തേക്ക് എത്തി ഈ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് സുഗമമായ ദർശനം ഒരുക്കുന്നതിനുള്ള ഒരു സമീപനമൊക്കെ തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കറിയാം, 12 വിളക്കിന് ശേഷം മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഗണ്യമായ ഒരു വർധനയുണ്ടാകും. വീണ്ടും സന്നിധാനം വലിയ തിരക്കിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. പക്ഷേ ഈ തിരക്ക് ഒഴിഞ്ഞിട്ട് ഈ ക്രമീകരണം എന്ന് നടപ്പാക്കുമെന്നുള്ള കാര്യമാണ് നമുക്കിനി അറിയേണ്ടത്. എന്തായാലും പ്രായോഗിക തലത്തിലേക്ക് ഇത് എത്തിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ADGPയുടെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ കൃത്യമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഉടൻ തന്നെ ഇത്തരമൊരു സംവിധാനം തുടങ്ങുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ ഇത് കൃത്യമായ ഒരു മാതൃക ഇതിനുണ്ടായിരുന്നതാണ്. കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ തുടക്കത്തിൽ ഈ ഒരു വലിയ വീഴ്ച നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനുശേഷമാണ് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ തന്നെ കൃത്യമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തുക. അതിനുശേഷം പ്രത്യേകം ഒരു സംവിധാനം ഈ കുഞ്ഞയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും ദർശനത്തിന് വേണ്ടി ഒരു സൗകര്യം ഒരുക്കിയിരുന്നു. അത് വിജയകരമായി തന്നെ മകരവിളക്ക് സമയത്തും ഏറ്റവും തിരക്കുള്ള മകരവിളക്ക് സമയത്ത് പോലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അത്തരം ഒരു ക്രമീകരണങ്ങൾ മുൻ മാതൃകയുണ്ട്. അത്തരം ഒരു ക്രമീകരണങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നതിന് എന്താണ് ഈ കാലതാമസം എന്നാണ് നമുക്ക് അറിയാൻ കഴിയാത്തത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. ഈ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ അത് മണ്ഡലകാലത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരാഴ്ച എത്തുമ്പോഴും ഇതുവരെയും ഒരു സംവിധാനം ഉണ്ടാകില്ല. കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. അതുതന്നെയാണ് ഏറ്റവും എടുത്തു പറയുകയും ചെയ്യേണ്ടതെല്ലാം അടിയന്തരമായൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. പക്ഷേ അത് പ്രായോഗിക തലത്തിലേക്ക് ഇനി എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രോഹിണി. അതെ, ശരി. അരുൺ കൊടുങ്ങൂറാണ് വിവരങ്ങൾ നൽകിയത്.